തലയിൽ ചുറ്റിയിരിക്കുന്ന തോർത്ത് അഴിച്ച് മുടി വിടർത്തിയിട്ടപ്പോഴേക്കും അലോഷിയുടെ അടുത്ത് കിടന്ന് കാത്തുവിൻ്റെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. അവനൊന്ന് ഞെരങ്ങിയനങ്ങിയതും കാത്തു വേഗം ചെന്ന് ഫോൺ കയ്യിലെടുത്തു. വിളിക്കുന്ന ആളുടെ പേര് കാണെ കാത്തുവിൻ്റെ കണ്ണു വിടർന്നു. അലോഷിയെ ഉണർത്താതെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഫോൺ ചെവിയിലേക്ക് ചേർത്തു. ആളിവിടെ എത്തിയിട്ടുണ്ട്. രംഗം വഷളായാൽ മെസ്സേജ് അയച്ചേക്കണം. അത്രയും പറഞ്ഞ് കാത്തു കോൾ കട്ട് ചെയ്തു. ഇനിയുള്ള നിമിഷങ്ങളോർത്ത് കാത്തു അതേപടി നിന്നു. പെട്ടെന്നാണ് ജോഷുവ ധൃതിപ്പെട്ട് റൂമിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടത്. കാത്തു ഉള്ളിൽ നിറഞ്ഞ ചിരിയോടെ ജോഷുവക്ക് നേരെ തിരിഞ്ഞു. ചേച്ചി ഇതെവിടെ പോവുക, അതും ഈ രാവിലെ? പൂർണ്ണമായി ശരിയാവാത്ത കാലും നടുവും കാത്തുവിൽ നേരിയ സഹതാപം ഉണർത്തി. എങ്കിലും അവളും അറിയണം, മറ്റുള്ളവർക്ക് വേദനിച്ചതുപോലെ അവളും വേദനിക്കണം. ഞാൻ സിറ്റി വരെ പോവുക, കുറച്ച് സാധനം വാങ്ങണം. ജോഷുവ പെട്ടെന്ന് പകച്ചെങ്കിലും അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞൊപ്പിച്ചു. ആണോ? നേരത്തെ പറഞ്ഞിരുന്നിൽ ഞാനും കൂടി വരുമായിരുന്നു. ധൃതിയുണ്ടോ അതോ ഞാൻ കൂടെ? വേണ്ട, എനിക്ക് വേറെ 1-2 കൂടി പോകാനുണ്ട്, കാത്തു പറഞ്ഞു മുഴമിപ്പിക്കുന്നതിന് മുന്നേ ജോഷുവ എതിർത്തിരുന്നു. ഇനിയൊരു സംസാരത്തിന് നിൽക്കാതെ ജോഷുവ വേഗം പുറത്തേക്ക് നടന്നതും കാത്തുവിൻ്റെ മുഖം വല്ലാത്തൊരു ഭാവം നിറഞ്ഞു. തൻ്റെ തീരുമാനങ്ങൾ തെറ്റോ ശരിയോ, പക്ഷേ തൻ്റെ പ്രവൃത്തിയാൽ ഇനിയും അലോഷി വേദനിക്കേണ്ടി വരുമെന്ന് അറിയാം. ഇത്ര നാളും അനുഭവിച്ചതിനേക്കാൾ 10 മടങ്ങാവും അതിൻ്റെ ശക്തിയെന്നും അറിയാം. പക്ഷേ തനിക്കിത് ചെയ്തേ തീരൂ, ചെയ്യുക തന്നെ ചെയ്യും. കാത്തുവിൻ്റെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി കവിളിലേക്ക് ഇറ്റി വീണു. എന്തൊക്കെയാടാ? പാർത്തി ചോദിക്കുന്നതിനോടൊപ്പം നെറ്റിച്ചൊളിച്ചു. എനിക്കും അറിയില്ല, ഇന്ന് രാവിലെയാ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരുന്നത്. എൻ്റെ സ്വത്തുക്കളൊക്കെ ഞാൻ അറിയാതെ തന്നെ അയാൾക്ക് സ്വന്തമായി പോലും. സംശയമുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ്സ് നോക്കാൻ തലക്ക് സുഖമില്ലാത്ത ഏതവനോ വിളിച്ച് കബളിപ്പിക്കുവാണെന്നാ കരുതിയത്. പക്ഷെ അല്ലടാ, വീട്ടിലിരുന്ന ഡോക്യുമെൻറ്റ്സ് ഒന്നും കാണാനില്ല. പാർത്തി ഞെട്ടലോടെ അലോഷിയെ നോക്കി. അതെവിടെയാ വെച്ചിരുന്നത്? റൂമിൽ, എൻ്റെ കബോട്ടിൽ. അലോഷിയുടെ സ്വരമൊന്ന് പതിഞ്ഞതുപോലെ തോന്നി പാർത്തിക്ക്. അവൻ്റെ വീട്ടിൽ റൂമിലിരുന്ന ഒരു വസ്തുവിനെ പറ്റി മറ്റൊരാൾ പറഞ്ഞറിയുന്നു. അലോഷിയുടെ മാനസികാവസ്ഥ പാർത്തിക്ക് ഊഹിക്കാമായിരുന്നു. നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ചോദിക്കുമ്പോൾ എന്തുകൊണ്ടോ പാർത്തിയുടെ മനസ്സിൽ കാത്തുവിൻ്റെ മുഖമായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ ആ ചിന്തയെ ആട്ടിപ്പായിച്ചു. അവളത് ചെയ്യുമോ എന്നൊരു സംശയം ഒരു നിമിഷം വന്നെങ്കിലും ചെയ്യില്ല എന്ന ഉറപ്പ് അവൻ്റെ മനസ്സ് ഉറച്ചു വിശ്വസിച്ചിരുന്നു. അലോഷി ചിന്തയിലാണ്. ജോഷുവ, കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുവാട് അവളെ. ആകെ ഒരു കള്ളത്തരം. എനിക്കെന്തോ അവളെ ആ സംശയം. അവളെടുത്ത് കൊടുത്തതാവും, അലോഷി ഉറപ്പിച്ചു പറഞ്ഞു. ആർക്ക്? പാർത്തി ചിന്തയിലാണ്ട് ചോദിക്കെ അലോഷി മറ്റെങ്ങോ നോട്ടമെറിഞ്ഞു. ഒറ്റൊരു നോട്ടത്തിനു ശേഷം ഇരുവരും ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി. സംശയം നിറഞ്ഞിരുന്ന അലോഷിയുടെ മുഖം ദേഷ്യത്താൽ ചുവക്കുന്നത് കാണെ പാർത്തിയുടെ ഉള്ളിലുള്ള അതേ പേര് തന്നെയാവും അവൻ്റെ ഉള്ളിലുമെന്ന് പാർത്തിക്ക് ഉറപ്പായി. പൊന്ന മോനെ, എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മോളെ ചോദിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നടാ? വർഗീസ് അലർച്ചയോടെ സായുജിന് നേരെ കുതിച്ചതും സായുജിന് മറയായി നിമ്മി അവന് മുന്നിലേക്ക് വന്നു നിന്നിരുന്നു. വർഗീസ് ഞെട്ടി. മാറി നിൽക്കുനിച്ചു. കണ്ണു നിറച്ച് സായുജിന് മറയായി നിൽക്കുന്ന തൻ്റെ മകളെ കാണെ വർഗീസിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മുഷ്ടി ചുരുട്ടി ദേഷ്യമടക്കി അയാൾ അവളെ കടുപ്പിച്ചു നോക്കി. ഞാൻ വിളിച്ചിട്ടാപ്പച്ച ജിത്ത് വന്നത്. നിമ്മി ഇടറിപ്പോയ വാക്കുകൾക്ക് ദൃഢത വരുത്തി ഉറപ്പോടെ പറഞ്ഞു. മാറി നിൽക്കാനാ നിച്ചു പറഞ്ഞത്. നിമ്മിയെ തട്ടിമാറ്റാൻ ഉയർത്തിയ കയ്യിൽ നിമ്മി ഞൊടിനേരം കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. അപ്പച്ച! ഉള്ളിൽ തട്ടി അത്രയും വേദനയിൽ നിമ്മി വിളിച്ചു. എനിക്ക് ജിത്തില്ലാതെ പറ്റില്ല അപ്പച്ച. അവനിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്ന് അയാളോട് കെഞ്ചുന്ന പെണ്ണിനെ വേദനയോടെ നോക്കി സായുജ്. അയാളുടെ കണ്ണുകളും വേർതിരിച്ചറിയാൻ കഴിയാത്തൊരു ഭാവത്തിൽ മുങ്ങി നിൽക്കുന്നു. അല്ലെങ്കിലും അയാൾ നിമ്മിയെ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിക്കുന്നത്. മകൾ നല്ല നിലയിൽ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരച്ഛനും മക്കളുടെ പ്രണയത്തെ നിരസിക്കാനേ ശ്രമിക്കുകയുള്ളൂ. അയാളും അതേ ചെയ്തുള്ളൂ. പക്ഷെ അതിനുവേണ്ടി അയാൾ തിരഞ്ഞെടുത്ത വഴി ക്രൂരമായിരുന്നില്ലേ? അതിൽ വേദനിക്കേണ്ടി വന്ന തൻ്റെ അമ്മ. അതുവരെ വർഗീസിനെ അനുകൂലിച്ചു നിന്ന അവൻ്റെ ഹൃദയത്തിൽ അവളോടുള്ള വെറുപ്പാൽ കറുപ്പ് പടർന്നു. നിച്ചു മോളെ, അവന് നിന്നെ വേണ്ടെന്ന് പറഞ്ഞതല്ലേ മോളെ? അതുകൊണ്ടല്ലേ അപ്പച്ചൻ? പറയുന്നതിനൊപ്പം അയാൾ സായുജിനെ മിഴികളുയർത്തി നോക്കി. ഭീഷണി നിറഞ്ഞ മിഴികൾ. അന്നും അയാളുടെ ആ ഒരു നോട്ടത്തിന് മുന്നിലാണ് താൻ പകച്ചു പോയത്. അന്നത്തെ 21 വയസ്സുകാരൻ അപ്രതീക്ഷിതമായി കിട്ടിയൊരു അടിയിൽ നിലംപതിച്ചത് ആ നോട്ടത്തിലായിരുന്നു. ചങ്ക് കീറുന്ന വേദനയിലും മറ്റൊരുവളുടെ പേര് പറഞ്ഞ് തൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചതും ആ നോട്ടത്തിന് മുന്നിലായിരുന്നു. എന്നാൽ ഇന്ന് താനാ 21 വയസ്സുകാരനിൽ നിന്നും ജീവിതം പഠിച്ച് പക്വതയാർന്ന ഒരുവനായിരിക്കുന്നു. സായുജ് ഒട്ടും പതറാതെ അയാളുടെ മിഴികളിലേക്ക് ഉറ്റുനോക്കി. ഞാനാ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. തന്നേക്ക്, എനിക്കവളെ പൊന്നുപോലെ നോക്കാം.
എന്ന് പറയാൻ എനിക്കിപ്പോൾ കഴിയില്ല. പക്ഷേ കരയിക്കില്ല. ഈ കഴിഞ്ഞ വർഷങ്ങൾ അവൾ അനുഭവിച്ച് തീർത്ത വേദനയുടെ ഒരംശം പോലും ഇവളിലേക്ക് എത്താൻ ഞാൻ അനുവദിക്കില്ല. സായുജിൻ്റെ വാക്കാത്. ഒരടി കൂടി മുന്നിലേക്ക് എടുത്തുവെച്ച് സായുജ് ഉറപ്പോടെ പറഞ്ഞു. ഒപ്പം നിമ്മിയുടെ തോളിലൂടെ കൈ ചേർത്തു. വർഗീസിൻ്റെ നിലത്തെറ്റാൻ അത് മാത്രം മതിയായിരുന്നു. സായുജിൻ്റെ കൈ തട്ടിയെറിഞ്ഞ് നിമ്മിയെ വലിച്ച് അയാളുടെ അടുത്തേക്ക് നിർത്തി. ശേഷം സായുജിനെ ഒരു കൈ കൊണ്ട് അയാൾ പിന്നിലേക്ക് തള്ളി. അവൻ്റെ കരുത്തിനോട് പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് അയാൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരടി അനങ്ങാതെ സായുജ് അതേ നിൽപ്പ് തുടർന്നു. നീ ആരാടാ എൻ്റെ മോളെ ചോദിക്കാൻ? നിന്നെപ്പോലൊരു തെമ്മാടിക്ക് പിടിച്ചു കൊടുക്കാനല്ല ഞാൻ എൻ്റെ കൊച്ചിനെ വളർത്തി ഇതുവരെ കൊണ്ടെത്തിച്ചത്. അവളെ കൊന്ന് കെട്ടിത്തൂക്കിയാലും നിനക്ക് തരുമെന്ന് സ്വപ്നം കാണണ്ട നീ. സമനില തെറ്റിത്തുടങ്ങിയ വർഗീസിനെ നിമ്മി പകച്ചു നോക്കി. ചുവന്ന കണ്ണുകൾ വെറുപ്പോടെ സായുജിനെ തേടുന്നത് കാണെ നിമ്മി വേദനയോടെ വർഗീസിൻ്റെ നെഞ്ചിൽ നിന്ന് അടർന്നു മാറി. സായുജ് ദേഷ്യം കടിച്ചമർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അറിയാലോ വർഗീസിനെ, ഇനി ഒരു വട്ടം കൂടി താങ്ങുകയല്ല നീ. വർഗീസ് മുരണ്ടുകൊണ്ട് സായുജിനെ നോക്കി. ഇപ്രാവശ്യം എന്ത് ചെയ്യൂ അപ്പച്ച? അപ്പച്ചൻ തളർത്തിക്കിടത്തിയ ഇവൻ്റെ അമ്മയെ കൊല്ലുവോ അതോ തകർന്നു നിൽക്കുന്ന ഇവനെയോ? ചോദ്യം നിമ്മിയുടേതാവുമ്പോൾ ഞെട്ടേണ്ടത് വർഗീസാവുമല്ലോ. ഞെട്ടിത്തരിച്ച് അയാൾ നിമ്മിയെ നോക്കി. അവളുടെ തളർന്ന കണ്ണുകൾ അയാളുടെ മുഖമാകെ ഓടി നടക്കുന്നുണ്ട്. അയാളുടെ ഞെട്ടൽ അവൾക്കുള്ള മറുപടി വ്യക്തമാക്കി കൊടുത്തിരുന്നു. ഇവൻ്റെ അമ്മയുടെ അവസ്ഥയ്ക്ക് കാരണം അപ്പച്ചനാണെന്നറിഞ്ഞപ്പോൾ അംഗീകരിക്കാതിരുന്നത് ഇവനോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടല്ല, അപ്പച്ചനോടുള്ള എൻ്റെ വിശ്വാസം കൊണ്ടാ. മറ്റാര് ചെയ്താലും എൻ്റെ അപ്പച്ചൻ അത്രയും ക്രൂരനാവില്ല എന്ന ഉറപ്പുകൊണ്ടാ. പക്ഷെ അപ്പച്ചൻ എന്നെ. ബാക്കി പറയാനാവാതെ നിമ്മി ഏങ്ങി. സായുജിന് നേരെ തല ഉയർത്തുവാൻ പോലും അവൾ മടിച്ചു. അവനെ ഇനിയും നേരിടാൻ കഴിവില്ലാത്ത പോലെ അവളുടെ ശിരസ് ഭൂമിയോളം താഴ്ന്നുപോയി. അല്ലെങ്കിലും താൻ കാരണം നഷ്ടങ്ങൾ മാത്രം സമ്പാദിച്ചവനെ നേടാൻ തനിക്കെന്ത് അവകാശമാണുള്ളത്? ആത്മനിന്ദ തോന്നിയവൾക്ക്. നിംസ് വാ. അവളുടെ നിൽപ്പ് കണ്ട് സായുജ് നിമ്മിയുടെ കയ്യിൽ പിടിച്ചതും അവളൊരടി പിന്നിലേക്ക് വെച്ചു. പക്ഷെ അതിനനുവദിക്കാതെ സായുജ് അവളുടെ കവളിൽ കൈ ചേർത്ത് മുഖം പൊതിഞ്ഞു പിടിച്ച് അവന് നേരെ ഉയർത്തി. എന്നെ നോക്ക് നിംസ്, പോകാം നമുക്ക്. കൊണ്ടുപോകാനാ വന്നേ ഞാൻ. ആരെയും പേടിക്കണ്ട, ഒന്നും വരില്ല, ഒന്നും. സായുജ് വർഗീസിനെ നോക്കി നിമ്മിയോട് പറയെ അവളവൻ്റെ മുഖത്ത് നോക്കി. ഞാൻ വരാം ഇന്നൊരു ദിവസം കഴിഞ്ഞിട്ട്. നിംസ് പ്ലീസ് ജിത്ത്, ഇന്നൊരു ദിവസം കൂടി എനിക്കിവിടെ നിൽക്കണം. അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മോളായിട്ട് ഇന്നൊരു ദിനം കൂടി. അത്രയും ദയനീയമായി നിമ്മി അതാവശ്യപ്പെട്ടത് എന്തിനാണെന്ന് സായുജിന് മനസ്സിലായില്ല. അവൻ്റെ കണ്ണിൽ നോക്കിയാൽ തൻ്റെ കള്ളം അവൻ കണ്ടുപിടിച്ചാലോ എന്ന ഭയത്താൽ അവളുടെ മിഴികൾ താഴ്ന്നുപോയി. നിമ്മി പറഞ്ഞത് കേട്ട് വർഗീസ് അടങ്ങി എന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇപ്പോഴും അയാളുടെ മിഴികൾ പകയോടെ സായുജിനെ നോക്കുന്നുണ്ട്. നിമ്മി തന്നോടൊപ്പം ഇപ്പോൾ ഈ നിമിഷം വന്നാൽ ഒരുപക്ഷെ അവളെയും തന്നെയും കൊല്ലാൻ പോലും അയാൾ മടിക്കില്ല എന്നയാളുടെ നിൽപ്പ് കാണെ അവന് തോന്നി. സായുജ് നിറഞ്ഞ കണ്ണുകളോടെ നിമ്മിയെ നോക്കി. നിർബന്ധിച്ചാലും അവൾ ഇന്നിപ്പോൾ തന്നോടൊപ്പം വരില്ല എന്ന് അവന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ സായുജ് അവളുടെ നെറുകയിൽ അമർത്തിമുത്തി അടർന്നു മാറി. നിമ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നാളെ മുതൽ വിരഹത്തിൻ്റെ വിലാപ കാവ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിമ്മി ആ നിമിഷത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി. ഇച്ചായ റൂം തുറന്ന് അകത്ത് കയറുമ്പോൾ അവിടെ കണ്ട കാഴ്ചയിൽ ജോഷുവയുടെ സ്വരമിടറി. പാതി നഗ്നമായ ഉടലോടെ മറ്റൊരു ഉടലിലേക്ക് ചേക്കേറുന്ന അലക്സിൻ്റെ രൂപം അവളിലൊരു വിറയൽ സൃഷ്ടിച്ചു. ഹൃദയം ഒരു വേള നിലച്ചതുപോലെ അവൾ നെഞ്ചിൽ കൈചേർത്ത്. ഹൃദയം വേദനിക്കുന്നു. ഞരമ്പുകൾ വരിഞ്ഞു മുറുകുന്നു. ഹൃദയത്തിലെ വേദന ശരീരമാകെ പടർന്നു കയറി. അവ ശ്വാസത്തെ പിടിച്ചടക്കി. ജോഷുവ ആഞ്ഞു ശ്വാസം വിടാനൊരു ശ്രമം നടത്തി. ജോഷുവയുടെ വിളിയിൽ ഞെട്ടി തലപൊക്കിയ അലക്സ് പതർച്ചയോടെയും നീരസത്തോടെയും ബെഡിൽ നിന്ന് എഴുന്നേറ്റു. നീ എന്താടി ഇവിടെ? എന്തിനായിപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആദ്യം ഞെട്ടലോടെയും പിന്നെ അരിച്ചു കയറുന്ന അമർഷത്തോടെയും അലക്സ് ജോഷുവക്ക് നേരെ കുതിച്ചു. ജോഷുവ പകപ്പോടെ പിന്നിലേക്കൊന്ന് വേച്ചു പോയി. കണ്ണുകൾ ചുവന്ന് ഞരമ്പ് പിടിച്ചു നിൽക്കുന്ന അലക്സിൻ്റെ രൂപം. ജോഷുവ നിറഞ്ഞു വന്ന കണ്ണുകൾ കൊണ്ട് അവന് പിന്നിലേക്ക് നോക്കി. മാറിൽ നിന്ന് ഊർന്നുപോയ സാരി നേരെയാക്കി ഒരുവൾ അലക്സിന് പുറകെ നിൽക്കുന്നു. ജോഷുവയുടെ നോട്ടം കണ്ടതും അവൾ യാതൊരു ഭാവമാറ്റവുമില്ലാതെ അലക്സിനടുത്തേക്ക് വന്ന് ചേർന്ന് നിന്നു. പ്രഹരമേറ്റ മനസ്സും തകർന്ന തരിപ്പണമായ ഹൃദയവും അവൾക്ക് മറ്റൊരു ചിത്രം കൺമുന്നിൽ തെളിയിച്ചു കൊടുത്തു. കൂടപ്പിറപ്പിൻ്റെ ജീവിതത്തെ പുറങ്കാൽ കൊണ്ട് തൊഴിച്ച് അവളുടെയെല്ലാം സ്വന്തമാക്കിയ ദുഷ്ടയായ അവളുടെ തന്നെ ചിത്രം. ജോഷുവ കണ്ണുകൾ മുറുക്കിയടച്ച് തുറന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി തനിക്ക് വരുന്ന മെസ്സേജ് സത്യം വെക്കുന്ന രീതിയിലുള്ള കാഴ്ചയാണ് ഇന്ന് കൺമുന്നിൽ. ഇന്ന് രാവിലെയും വന്നു. നേരിട്ട് കണ്ട് തീർപ്പ് കൽപ്പിക്കണമെന്ന് തോന്നി. കണ്ടു. മറ്റൊരുവളുടെ കണ്ണുനീരിന് മേൽ കെട്ടിപ്പടുത്ത് ചീറ്റുകൊട്ടാരം ആഞ്ഞുവീശിയൊരു പുയലിൽ തകർന്നു വീണിരിക്കുന്നു. ജോ, നിന്നോടാ ആരെ ഉണ്ടാക്കാനാടി ഇങ്ങോട്ടേക്ക് വന്നത്? അലക്സ് ജോഷുവയുടെ തോളിൽ പിടിച്ചു കുലുക്കി.
നിങ്ങൾക്ക് പുതുതായി ഉണ്ടായ ബന്ധം നേരിട്ട് കാണാൻ വന്നതാ. ജോഷുവ താഴ്ന്നു കൊടുക്കാൻ മനസ്സില്ലാത്തതുപോലെ അലക്സിന്റെ കൈ തട്ടിയെറിഞ്ഞു. ശേഷം കുതിച്ചിലോടെ അലക്സിന് പുറകെ നിന്നവളുടെ കരണം നോക്കിയൊന്ന് പൊട്ടിച്ചു. ഈ പണിക്ക് നിൽക്കാതെ പോയി ചത്തൂടേടി. ജോഷുവ അവളുടെ കവളിൽ കുത്തിപ്പിടിക്കാൻ വന്നതും അലക്സ് ഓടിയെത്തിയിരുന്നു. ഡി എന്താ എന്താ നിങ്ങൾക്ക് അവളെ തൊട്ടപ്പോൾ നൊന്തല്ലേ? അങ്ങനെ ഇപ്പോൾ ജോഷുവയെ ചതിച്ചിട്ട് നിങ്ങളെ ഞാൻ വാഴിക്കില്ല. തടയാൻ വന്ന അലക്സിനെ രൂക്ഷമായി നോക്കി ജോഷുവ. അലക്സിന്റെ മുഖത്ത് അവളെ അതിശയിപ്പിക്കുന്ന തരത്തിലൊരു പുച്ഛം നിറഞ്ഞു. മൈക്കിളെ, ഇവളെ ഇവിടെ നിന്ന് മാറ്റിയേക്ക്, ഞാൻ പറഞ്ഞിട്ട് വിട്ടാ മതി. തിരിഞ്ഞു പോകാൻ നിന്ന ജോഷുവയെ പിടിച്ച് റൂം തുറന്നു വന്ന ഒരുവന്റെ കയ്യിലേക്ക് എറിഞ്ഞുകൊടുത്ത അലക്സിനെ ഞെട്ടലിനേക്കാളുപരി വേദനയോടെ നോക്കിയവൾ. ഇച്ചായ. അകന്നു പോകുന്ന ജോഷുവയുടെ വിളി അവനെ മതിച്ചിരിക്കുന്ന ഭ്രമത്താൽ തെല്ലും അവന്റെ കാതുകളിൽ പതിച്ചിരുന്നില്ല. പിയു, കുഞ്ഞിവിടെ. അന്ന കയ്യിലിരുന്ന ബൗൾ ഇളക്കിക്കൊണ്ട് തിരക്കി. പത്മയുടെ കയ്യിലുണ്ട് ഏട്ടത്തി. ഇവിടെ ഇരുന്ന് തന്നെ എഴുതാൻ കുറുമ്പി സമ്മതിക്കണില്ല. അതുകൊണ്ട് അവൻ വന്നപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തു. തറയിൽ നിവർത്തിയിട്ടേക്കുന്ന അവളുടെ സാധന സാമഗ്രികൾ ചൂണ്ടി പ്രിയ പറഞ്ഞു. കുഞ്ഞു ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ മുതൽ. അല്ല, എന്നാൽ ലാസ്റ്റ് ഡേറ്റ്? പിന്തിരിഞ്ഞ് നടക്കുന്നതിനിടെ അന്ന ചോദിച്ചു. മറ്റന്നാളെ ഏട്ടത്തി. തീർന്നാ മതിയായിരുന്നു. പിയൊന്ന് നെടുവീർപ്പിട്ടതും അന്ന ചിരിയോടെ പത്മയുടെ മുറിയിലേക്ക് നടന്നു. പത്മ. ഹാളിലാകെ പരന്നു കിടന്നിരുന്ന സേറക്കുഞ്ഞിയുടെ ടോയ്സൊക്കെ ഒതുക്കിവെക്കെ അന്ന പത്മയുടെ റൂം നോക്കി വിളിച്ചു. വരൂ ഏട്ടത്തി. റൂം തുറന്ന് പുറത്തേക്ക് അവൻ വരുമ്പോൾ അന്നയുടെ കണ്ണുകൾ അവൻ്റെ പിറകിലേക്ക് നീണ്ടു. കുഞ്ഞി എവിടെ? ഒഴിഞ്ഞുകിടക്കുന്ന ബെഡും അവൻ്റെ കൈയും കാണെ അന്നയുടെ നെറ്റി ചുളിഞ്ഞു. ഹാളിലിരുന്നല്ലോ. ഞാൻ കുളിക്കാൻ കയറിയപ്പോൾ പിയുൻ്റെ അടുത്തിരുത്തിയിരുന്നു. എൻ്റെ അടുത്തോ? എപ്പോൾ? എന്നെ എഴുതാൻ സമ്മതിക്കാത്തത് കൊണ്ടല്ലേ ഞാൻ നിൻ്റെ കയ്യിൽ തന്നത്. അങ്ങോട്ടേക്ക് വന്ന പിയു അതിനെ എതിർത്തതും അന്നയുടെ നെഞ്ചൊന്നാളി. കർത്താവേ, എൻ്റെ മോള്. വീട് മുഴുവൻ സേറയുടെ പേര് മുഴങ്ങി. എവിടെയും കാണാനില്ല. അന്നയുടെ ശരീരം തളരുന്ന പോലെ തോന്നി. കണ്ണിൽ ഇരുട്ടുമൂടുന്നത് പോലെ. എന്താടാ, എന്തു പറ്റി? പത്മയുടെ തുടരെയുള്ള 10-15 മിസ്ഡ് കോൾ കാണെ പാർത്തി പകച്ചുപോയി. പാച്ചു, പാർത്തി, നമ്മുടെ മോള്, നമ്മുടെ കുഞ്ഞെ. എനിക്ക് പേടിയാ. വാ ഇവിടെയെങ്ങും. ആദ്യം കേട്ടത് പത്മയുടെ സ്വരമായിരുന്നെങ്കിൽ തുടർന്ന് കേട്ട അന്നയുടെ തേങ്ങൽ പാർത്തിയുടെ നെഞ്ചൊന്നുലച്ചു. അന്ന, എന്താ പറ്റിയ പെണ്ണെ? മറുപുറത്തു നിന്നും കേൾക്കുന്ന കരച്ചിൽ കാരണം പാർത്തിക്ക് വാക്കുകളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിനേക്കാൾ ഉപരി കുഞ്ഞിയെ കാണാനില്ലെന്ന ചിന്ത. ഫോൺ ചെവിയിൽ ചേർത്ത് കരയുന്ന അന്നയെ കാണേ പത്മ ഫോൺ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി. നീ ഏട്ടത്തിയെ നോക്ക്. അച്ചോടൊന്ന് വിളിച്ചു പറ പിയു വേഗം വരാൻ. പത്മ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ പ്രിയയോട് പറയാൻ മറന്നില്ല. പ്രിയ നിറഞ്ഞ കണ്ണുകളോടെ അന്നയെ നോക്കി. പ്രിയയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയതായിരുന്നു അന്ന അടുക്കളയിലേക്ക്. ദേവിയും ശിവനും ശിവൻ്റെ കുടുംബത്ത് പോയതാണ്. 2 ആഴ്ചയ്ക്ക് ശേഷം നടത്താനിരിക്കുന്ന പാർത്തിയുടെയും അന്നയുടെയും രജിസ്റ്റർ വിവാഹം ക്ഷണിക്കാൻ. പിയു, എൻ്റെ കുഞ്ഞ്. തേങ്ങിക്കരയുന്നവളെ പ്രിയ വേദനയോടെ നോക്കി. പാച്ചു, പത്മ വെപ്രാളത്തോടെ വിളിച്ചു. കുഞ്ഞ് അവിടെ എവിടെയും കാണും. ഒന്നുകൂടി അവിടെയെല്ലാം നോക്ക്. പറയുന്നുണ്ടെങ്കിലും പാർത്തിക കയ്യും കാലും വിറച്ചു തുടങ്ങിയിരുന്നു. മുഴുവൻ നോക്കിയിടാ മോളെ ഒരിടവും കാണാനില്ല. നിങ്ങളൊക്കെ എവിടെയായിരുന്നു? വീട് നിറച്ച് ആളുകളുണ്ടായിരുന്നിട്ട് കുഞ്ഞ് പിന്നെ എവിടെ പോയി? പാർത്തി പെട്ടെന്ന് ദേഷ്യത്തോടെ ചോദിച്ചതും പത്മയുടെ ശിരസ് താഴ്ന്നു. കുഞ്ഞെ ഹാളിൽ കൊണ്ടിരുത്തുമ്പോൾ ഡോറ് തുറന്ന് കിടക്കുന്നത് കണ്ടിട്ടും ശ്രദ്ധിക്കാതെ പോയത് അവൻ്റെ തെറ്റ് തന്നെയാണെന്ന് പത്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. എങ്കിലും അതിപ്പോൾ പറയാൻ അവന് ധൈര്യം വന്നില്ല. നീ അന്നെ നോക്കിക്കോ, ഞാനിപ്പോൾ വരാം. പാർത്തി അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അലോഷി പോയ വഴിയെ നോക്കി. അലോഷിയെ ഫോണിൽ വിളിച്ച് നിരന്തരമായി ബുദ്ധിമുട്ടിക്കുന്ന ആളെ കാണാൻ ഒരു ഹോട്ടലിൽ വന്നതാണ് രാവിലെ തന്നെ. പാർത്തിയെ എൻട്രൻസിൽ നിർത്തി അലോഷി ഉള്ളിലേക്ക് അന്വേഷിക്കാൻ പോയതാണ്. ഉള്ളിലേക്ക് കയറിയിട്ടും അലോഷിയെ കാണാതെ പാർത്തി ഫോണെടുത്ത് അവനെ വിളിച്ചു. മുഴുവൻ ബെൽ കേട്ട് ആയിട്ടും എടുക്കാതെ വന്നതും പാർത്തി വേഗം പുറത്തേക്കിറങ്ങി വണ്ടിയുടെ അവിടേക്ക് പോയി. വീണ്ടും ഫോണെടുത്ത് അവനെ കോൾ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്ക് പാർത്തി കണ്ടു ദൂരെ നിന്നും വേഗത്തിൽ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നവനെ. അലോഷി. പാർത്തി എന്തോ പറയാൻ തുടങ്ങിയതുമാണ് അങ്ങനെയൊരു വിളി പിന്നിൽ നിന്ന് കേട്ടത്. അലോഷിയും പാർത്തിയും ഒരുമിച്ച് നോക്കി. സുമുഖനായൊരു ചെറുപ്പക്കാരൻ. പാർത്തി ആദ്യമായാണ് അയാളെ കാണുന്നത്. തലതിരിച്ച് അലോഷിയെ നോക്കുമ്പോൾ അവൻ്റെ മുഖത്തും അതേ ഭാവം. അയാൾ നടന്ന് അവരുടെ അടുത്ത് വന്ന് ഇരുന്ന് ഇരുവരെയും നോക്കി. ഫോണിൽ അലോഷിയുമായി സംസാരിച്ചിരുന്നത് ഞാനാണ്, വിനായകൻ. അത് പറയുമ്പോൾ അലോഷിയുടെ മുഖം ഒന്ന് കടുത്തത് അയാൾ ശ്രദ്ധിച്ചു. ഒരു പരിചയപ്പെടലിനെന്നപ്പോൾ അയാൾ നീട്ടിയ കയ്യിൽ അലോഷി ശ്രദ്ധ കൊടുക്കാതെ മുഖം തിരിച്ചു. വരൂ, നമുക്ക് റൂമിലിരുന്ന് സംസാരിക്കാം. വേണമെന്നില്ല, താൻ കാര്യം പറ. അലോഷിയുടെ സ്വരം കൂടുതൽ മുറുകി തുടങ്ങി. അയാൾ ചെറുങ്ങനെ പുഞ്ചിരിക്കുകയും കയ്യിലിരുന്ന ഫയൽ അവന് നേരെ നീട്ടി. അലോഷിയുടെ നെറ്റി ചുളിഞ്ഞു. തുറന്നു നോക്ക്, അലോഷിക്ക് വേണ്ടത് അതിലുണ്ട്. അലോഷി പാർത്തിയെ ഒന്ന് നോക്കി അത് വാങ്ങി തുറന്നു. അവൻ്റെ വീട്ടിൽ നിന്ന് കാണാതായ ഡോക്യുമെൻറ്റ്സ് ആയിരുന്നു അവ. അലോഷിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇതെങ്ങനെ എൻ്റെ കയ്യിലെത്തി എന്നുള്ളതിൻ്റെ ഉത്തരം ഉള്ളിലാണ്.
എൻ്റെ ഒപ്പം വരാൻ ഇനി ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്കുണ്ടാവില്ല എന്ന് കരുതുന്നു. അച്ചടി ഭാഷയിൽ ഓരോന്ന് പറയുന്നവനെ അലോഷ്യം പാർത്തിയും നോക്കി. ഒടുവിൽ അവനൊപ്പം ഉള്ളിലേക്ക് നടക്കാൻ തന്നെ തീരുമാനിച്ചു. വാടാ. ഇല്ല, നീ പൊക്കോ, ഞാൻ വീട്ടിൽ പോവുക. പാർത്തി മുന്നോട്ട് നടക്കാനാഞ്ഞ അലോഷ്യയോട് പറഞ്ഞുകൊണ്ട് തിരികെ നടക്കാനൊരുങ്ങി. വല്ലാത്തൊരു വെപ്രാളം പാർത്തിയിലുണ്ടെന്ന് അലോഷ്യ മനസ്സിലാക്കിയതുപോലും അപ്പോഴാണ്. നീ ഇല്ലാതെ എങ്ങനെയാ? ഇല്ലല്ലോ, എനിക്കിപ്പോൾ പോയേ പറ്റൂ. അടുത്തയാൾ ഉള്ളതുകൊണ്ട് തന്നെ അത് പറയാൻ പാർത്തിക്ക് തോന്നിയില്ല. അതിനേക്കാളുപരി സേറയുടെ പിന്നാലെ വന്നാൽ അലോഷ്യയ്ക്കിന്ന് അറിയേണ്ട സത്യങ്ങൾ അറിയാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന ചിന്തയും അവനെ പിടികൂടി. എന്താ എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അലോഷി പാർത്തിയുടെ തോളിൽ കൈവച്ച നേരം അവൻ്റെ കണ്ണൊന്ന് കലങ്ങി. അലോഷി തേടുന്നതിനൊപ്പം തന്നെ പാർത്ഥിവൻ തേടുന്നതും ഉണ്ട്. അയാൾ പെട്ടെന്ന് പറയാൻ അലോഷ്യം പാർത്ഥിയും മനസ്സിലാവാതെ നോക്കി. അന്നയുടെ അടുത്തല്ല പാർത്തി, ഇവിടെയാണ് നീയും വേണ്ടത്. സേറക്കൊന്നും വരില്ല. പാർത്തിയുടെ പകപ്പ് നിറഞ്ഞ നോട്ടത്തേക്കാൾ ഒരുപടി മുന്നിൽ നിന്നത് അലോഷ്യയുടെ ഞെട്ടലാണ്. സേറയുടെ കാര്യം അയാൾക്കറിയാമെന്നുള്ളതിൽ പാർത്തിക്ക് പകപ്പ് തോന്നി. അങ്ങനെയെങ്കിൽ സേറയെ കൊണ്ടുവന്നത് ഇയാളാണോ? നമ്മുടെ കുഞ്ഞിയെ കാണാനില്ലടാ. ഇപ്പോ അന്നെ വിളിച്ചിരുന്നു ഡാ. പാർത്തി നിസ്സഹായനായി പറയാൻ അലോഷ്യ ഞൊടിയിടയിൽ അവൻ്റെ കോളറിൽ പിടിച്ചു. സമയപരിധിയുണ്ട്. എത്രത്തോളം വൈകുന്നു അത്രത്തോളം ആപത്ത് നിങ്ങളുടെ കുഞ്ഞിന് തന്നെയാണ്. വരൂ, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉള്ളിലുണ്ട്. പറയെ അയാൾ മുന്നോട്ട് നടന്നു കഴിഞ്ഞിരുന്നു. അസ്വസ്ഥത നിറഞ്ഞ മനസ്സോടെ അലോഷ്യയും പാർത്തിയും അയാൾക്ക് പിന്നിലും. അപ്പോഴും സേറയുടെ ചിരിയൊലികൾ ഇരുവരുടെയും ഉള്ളത്തെ പിടിപ്പിച്ചുകൊണ്ടിരുന്നു. അയാൾക്കൊപ്പം നടന്ന് അവരിരുവരും ചെന്ന് നിന്നത് ഒരു റൂമിന് മുന്നിലായിട്ടാണ്. അവരെ ഒന്ന് നോക്കി അയാൾ വാതിലിൽ മുട്ടി. എടുത്തു ചാടരുത് അലോഷി. വാതിൽ തുറക്കപ്പെടുന്നതിന് മുന്നേ അയാൾ അലോഷിയോട് ഓർമ്മപ്പെടുത്തി. കുറച്ച് നിമിഷത്തിനു ശേഷം വാതിൽ തുറന്നു തന്ന് മറ്റൊരു ചെറുപ്പക്കാരൻ ഉള്ളിലേക്ക് തങ്ങളെ ക്ഷണിക്കെ അലോഷിയും പാർത്തിയും പരസ്പരം നോക്കി. വിശാലമായൊരു ബെഡ്റൂം ആയിരുന്നു അത്. തണുത്ത കാറ്റിൻ്റെ അകമ്പടിയോടെ AC-യുടെ തണുപ്പ് ഇരുവരിലും അരിച്ചുകയറി. കുറച്ചൊന്ന് മുന്നോട്ട് പോയതും കണ്ടു ഒരു റൗണ്ട് ടേബിളിന് ചുറ്റുമിരിക്കുന്ന 3 പേരെ. ഒരാളെ കാണുന്ന തരത്തിലാണെങ്കിലും മറ്റു 2 പേര് തിരിഞ്ഞിരിക്കുകയായിരുന്നു. അതിലൊരു പുരുഷനും സ്ത്രീയും പരസ്പരം അത്രയും അടുത്ത് പുണർന്നിരിക്കുക കൂടിയായിരുന്നു. എത്തിയല്ലോ. വെൽക്കം മിസ്റ്റർ അലോഷി ജേക്കബ്. അലോഷിയെ കണ്ടതും ആ ചെറുപ്പക്കാരൻ്റെ കണ്ണുകൾ വികസിച്ചു. അയാൾ ഉറക്കെ പറയുന്നത് കേട്ട് അയാൾക്ക് നേരെ തിരിഞ്ഞിരുന്നവൻ ഞെട്ടി പിന്നിലേക്ക് നോക്കി. അതുവരെ സംശയത്താൽ ചുളിഞ്ഞിരുന്ന അലോഷിയുടെ കണ്ണുകൾ തങ്ങളിലേക്ക് ഞെട്ടി നോക്കുന്നവനെ കാണെ ഞെട്ടലോടെ മിഴിഞ്ഞു. ഇച്ചായൻ. അലോഷിയുടെ നാവ് പതിയെ ഉരുവിട്ടു. മുന്നിൽ നിൽക്കുന്ന അലക്സും പെട്ടെന്ന് അലോഷിയെ മുന്നിൽ കണ്ടതിൽ പകച്ചുപോയിരുന്നു. അവനോട് ചേർന്ന് നിൽക്കുന്ന ആ സ്ത്രീയെ അലക്സ് വേഗം മാറ്റി നിർത്തി. പാർത്തി ചുറ്റും വീക്ഷിച്ചു. അലക്സിലും ആ പെണ്ണിലും ഒഴിച്ച് മറ്റു 3 പേരിലും ഒരേ ഭാവമാണ്. തങ്ങളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന വിനായകൻ റൂമിൽ ഉണ്ടായിരുന്ന മറ്റ് 2 പേരോട് എന്തോ രഹസ്യമായി സംസാരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. പിന്നെ തലാൽപ്പം ചരിച്ച് അലോഷിയെ നോക്കി. അവൻ ഇപ്പോഴും മുന്നിൽ കണ്ട കാഴ്ചയുടെ ഞെട്ടലിലാണ്. ഇവനെ ആരാ ഇങ്ങോട്ടേക്ക് കയറ്റിയത്? ഇറക്കിവിടടാ മൈക്കിളെ ഇവനെ. അലക്സ് പെട്ടെന്ന് ബോധം വന്നതുപോലെ വാതിൽ തുറന്നു തന്നവനോട് അലറി. അതെങ്ങനെ ശരിയാവാനാ? പ്രോപ്പർട്ടി അലോഷിയുടെ പേരിലാവുമ്പോൾ ഒപ്പിടേണ്ടതും അലോഷി തന്നെയല്ലേ അലക്സ്? ഐസക് എന്ന 3-ാമൻ അത് പറഞ്ഞെന്ന് ചിരിക്കേണ്ട അലക്സ് ഉയർന്നു വന്ന നെഞ്ചിരിപ്പോടെ അലോഷിയെ നോക്കി. അവൻ്റെ ഭാവം കാണെ അലക്സിന് ആ തണുപ്പിലും വിയർക്കുന്നത് പോലെ തോന്നി. തൊണ്ടയാകെ വരളുന്നു. നിലച്ചിരിക്കാതെ സ്വത്തുക്കളുടെയൊക്കെ അവകാശം അലോഷിക്കാണെന്ന് അറിഞ്ഞതു മുതൽ നഷ്ടമായതാണ് തൻ്റെ ഉറക്കം. എങ്ങനെയും അവൻ്റെ കയ്യിൽ നിന്ന് സ്വത്ത് തിരികെ കിട്ടണമെന്ന ഉദ്ദേശത്തോടെയാണ് 2 വട്ടവും അവനെ തീർക്കാൻ നോക്കിയത്. പക്ഷേ അതിലെല്ലാം നിന്നും രക്ഷപ്പെടുന്നവനോട് വെറുപ്പ് വർദ്ധിക്കാൻ അധിക നേരം വേണ്ടി വന്നില്ല. ഏത് വിധേനയെങ്കിലും സ്വത്ത് കൈക്കലാക്കണം എന്നത് പിന്നെയൊരു വാശിയായി. പല വഴിയും ശ്രമിച്ചു. ഒടുവിൽ അപ്പച്ചനോട് രണ്ടും കൽപ്പിച്ച് പറഞ്ഞു. മുഖത്ത് ശക്തിയായി ഒരു പ്രഹരം ഏൽപ്പിച്ചാണ് അപ്പച്ചൻ അതിന് മറുപടി നൽകിയത്. അലോഷിയെ നശിപ്പിക്കണമെന്ന ചിന്തയിലാണെങ്കിൽ ഇങ്ങനെയൊരു മകൻ അയാൾക്കില്ലെന്ന് കരുതുമത്രേ. എൻ്റെ മനസ്സിൽ അവനോടുള്ള മത്സരബുദ്ധി കുത്തി നിറച്ചത് അപ്പച്ചൻ തന്നെയായിരുന്നു.